അപകടങ്ങളൊന്നും ഉണ്ടാകാതെ എന്നെ ഓഫീസിലെത്തിക്കണേ. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അനീതി, അഴിമതി അതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണേ. ആരെങ്കിലും കൈക്കൂലിയായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് മാറിപ്പോകാനുള്ളൊരു അവസരം എനിക്ക് തരരുത്. വണ്ടി കഴുകി തുടച്ച് വൃത്തിയാക്കിയതല്ലേ? ചെറുനാരങ്ങ വെച്ചില്ലേ? ഭസ്മം, തീപ്പെട്ടി, പൂവ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൂജയും കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓഫീസിൽ എത്ര വരെയും ആരും മാർഗതടസ്സമായിട്ട് വരരുതേ എന്ന് മാത്രം ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആരും വരത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. കൊച്ചെന്ത് ചെയ്യുന്നുണ്ടോ? അവനിന്നും സ്കൂളിൽ പോയിട്ടില്ല, ഫീസ് അടച്ചിട്ടില്ല. ശകുനപ്പഴയാണല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാന് സാറിനെ കാണാൻ വേണ്ടി 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടക്കുക. ആരാ മനസ്സിലായില്ല? അല്ല, ഞാൻ ഇടയ്ക്ക് വില്ലേജ് ഓഫീസിലൊക്കെ വരാറുണ്ട്. അവിടെ വെച്ച് കാണാറുണ്ട്? കാണാറുണ്ട്. ഞാൻ ഓർമ്മ എനിക്ക് അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം. ഞാൻ ഓഫീസിൽ പോകാനുള്ള ടൈം ലേറ്റാണ് ഇപ്പോൾ. സോറി. അല്ല, അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് രഹസ്യമായിട്ട് സാറുമായിട്ടൊന്ന് രഹസ്യമായ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. രഹസ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം ഓഫീസിൽ വന്ന് പറഞ്ഞാൽ മതി. ഒന്നുമില്ല സാറേ, നമ്മൾ സാധാരണക്കാരനാണ്. ഒരു 50 സെന്റ് സ്ഥലം അവിടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലമല്ല, സത്യത്തിൽ നിലമാണ്. അപ്പൊ ഈ നിലം നികത്തി ഇപ്പൊ വീട് വെക്കാൻ പറ്റില്ല എന്നൊരു നിയമം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതൊന്ന് നികത്തിയിട്ടൊന്ന് വീട് വെക്കാൻ പറ്റും. ഒപ്പ് വേണം. എനിക്ക് ടിപ്പറല്ല, ഞാൻ പുഴി അടിക്കാറില്ല. അതല്ല സാറ് വില്ലേജ് ഓഫീസറോടൊന്നും പറഞ്ഞിട്ടേ? ഇല്ലില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഒപ്പ്. സാറിനോട് കാണേണ്ട കാര്യങ്ങളാണെങ്കിൽ സാറ് ക്രമമായ കാര്യങ്ങളാണെങ്കിൽ ചെയ്തു തരും. ഒരു കാര്യങ്ങളും വളഞ്ഞ വഴി സ്വീകരിച്ച് വില്ലേജ് ഓഫീസറിലേക്ക് പോകാൻ രക്ഷയില്ല. പുള്ളി ഭയങ്കര മുറ്റാണ് മേഡം, നമുക്ക് പറഞ്ഞു കൊടുക്കണേ. അല്ല, അതുകൊണ്ടല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണടച്ചാലേ. അവിടെ കണ്ണടക്കേണ്ട കാര്യമില്ല. എന്റെ സംസാരിക്കണമെങ്കിൽ എന്നോട് കണ്ണടച്ചാൽ മതി. അടച്ചാലേ കേട്ടോ, നമ്മളൊന്ന് പരസ്പരം കണ്ണടച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്റെ കണ്ണടച്ച എന്റെ കുടുംബം ആര് നോക്കും? അല്ല, കുടുംബം നോക്കാനായിട്ട് നമുക്ക് പൈസയൊക്കെ വേണമല്ലോ. ഞാൻ കൊടുത്തു മേടിച്ചതല്ല ഈ ജോലി, ഞാൻ പഠിച്ചു നേടിയതാണ് ഈ ജോലി. എന്നിട്ട് പിയൂണല്ലേ, വേറെ ഒന്നും ആയിക്കോട്ടെ. ഞാൻ കളക്ടറൊന്നും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ ഈ വില്ലേജ് ഓഫീസറെ സ്വാധീനിക്കണമെങ്കിൽ പിയൂണ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലക്കച്ചവടം നിലക്ക് സാറ് വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു തരാം. വേണ്ട സാറേ, വേണ്ടെന്ന്. എന്തിനാ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാറില്ല. ചെരുപ്പം തേടി സാറേ, നമ്മളൊന്ന് ചെരുപ്പ് സാർ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരുമോ? ഞാൻ പറഞ്ഞ ചേട്ടൻ കേൾക്കത്തില്ല. എന്ത് വേണം ചെയ്തു തരാൻ പ്ലീസ്. അതന്നെ സാറേ, അങ്ങനെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഓഫീസിൽ ഒന്ന് സംസാരിച്ചോ? അല്ല, ഓഫീസിൽ വന്ന് സംസാരിച്ചാൽ വില്ലേജ് ഓഫീസർ അടുക്കില്ല. അടുക്കില്ല. അയാൾക്ക് ഇനി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. നമുക്ക് തമ്മിൽ ഡീലിങ്സ് വേണമെങ്കിൽ ഹെൽമെറ്റ് രണ്ടും വെച്ചിട്ടില്ലേ? ഓക്കെ സാർ, 2 ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അത് വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ വന്നോ? മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ? അപ്പോൾ വിളിച്ചാൽ കിട്ടൂല്ലേ? വിളിച്ചാൽ കിട്ടും. ഇപ്പം കിട്ടില്ല, ഞാൻ ഓഫീസിൽ ചെന്നാലേ കിട്ടുമോ. വണ്ടി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ മൊബൈൽ എടുക്കാറില്ല. പോയിട്ട് പറ്റിയ ഇതെന്താല്ലേ സാർ ഇങ്ങനെ? സാറിപ്പോഴല്ല, പണ്ടുകാലം പോലെ ഇങ്ങനെ തന്നെ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം നടത്താൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ച് സഹകരിച്ചെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നടപടിയാകത്തില്ല സുഹൃത്തെ. സത്യം പറയാൻ ചുമ്മാവൊന്നുമല്ല, ഞാൻ അങ്ങനെ നിസ്സാരക്കാരല്ല. ഞാൻ പുള്ളിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ വന്നത്. ഞാൻ പറയണതേ, പൈസ ചേച്ചിക്ക് അങ്ങോട്ട് തരട്ടെ, വല്ല നടക്കുമോ? എങ്ങനെയാ മറ്റേ ഇതിന്റെ വില്ലേജിലെ കാര്യം നടക്കുമോ? എനിക്കൊന്നും കേൾക്കണ്ടോ? ചോദിച്ചു കേട്ടില്ലേ, പൈസ തരട്ടെ വല്ലതും നടക്കുമെന്ന്. വല്ലതും കേട്ടാ എന്തോ വിചാരിക്കൂ കുത്തി കേട്ടവൻ. അയ്യോ, എന്തൊരു വഴിയാടോ ഇത്. നീ തന്നില്ലല്ല. അയ്യോടാ, പോലീസ് മാറ്റി, ബിയർ മാറ്റി. ബിന്ദുവിന്റെ വീട് എവിടെയാ? ഏത് ബിന്ദുവാണ്? ഒരു ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ബിന്ദു. ആ രവിയുടെ ഭാര്യ. രവി അല്ലേ? ആ സാറേ, ബിന്ദു രവി. ബിന്ദു രവി, അതെ. ഇവിടെ അടുത്താണോ വഴി? രവി എവിടെ ഉണ്ടാവോ? രവി ഉണ്ടാവല്ലേ? ആ വഴി ഒന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, പറമ്പിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ കയറി പോണതേ. എല്ലാ വീടിന്റെ മുറ്റത്തൂടി കയറിയാ പോണത്. അത് കുഴപ്പമില്ല. നേരെ പോവാ. നേരെ പോയിട്ട് ഇടത്തേക്ക് ഇരിയണം. ഇടത്തേക്ക് തിരിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ വീട്. താങ്ക് യു. ഞങ്ങൾ ബിയറൊന്നും കഴിക്കാൻ വേണ്ടി ഇരുന്നല്ലോ കേട്ടോ സാറേ. പതഞ്ഞു പോകുന്നു. ബിയർ പതഞ്ഞു പോകുന്നു അറിയാൻ പല കുടുക്കല്ല. പണിയൊന്നുമില്ലടാ നിങ്ങൾക്ക്? പണിയിലാണ് സാറേ.
എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നീ ഒരു പറഞ്ഞേ പെട്ടെന്ന് അവനൊന്ന് വിളിച്ചേ. അതെന്തിനാ? അല്ലെങ്കിൽ അവരെയും കൂട്ടി അവൻ ഇങ്ങോട്ട് വരുമെന്ന്. ഓ അത് ശരിയാണല്ലേ. വിളിച്ചോ. ഓ അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ ആ മറ്റേ പരസ്യമില്ലേ? കട്ട് ചെയ്ത് വിളി. രവി. ഹലോ. ഹലോ. എന്താടാ? എടാ നീ എവിടെയാണ്? ഞാൻ അതേ വീട്ടിലുണ്ട്. എടാ നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോട്ടാ. എന്താണെന്ന്? നിന്നെ തപ്പി പോലീസ് വല്ലുണ്ടെന്ന്. പോലീസാ? ആ ഞാൻ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോടാ കാലമാടാ അവിടുന്ന്. എന്റെ ദൈവമേ. മൂന്നാമത്തെ വീട് തന്നെയല്ലോ. ആ ഹലോ വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ? എന്താ സാറേ? ഞങ്ങൾ ഈ റോഡ് സേഫ്റ്റി ഫോഴ്സിൽ നിന്ന് വരുന്ന. കഴിഞ്ഞ ആഴ്ച 20 ലക്ഷം രൂപയുടെ സ്വർണം നിങ്ങളുടെ ഓട്ടോറിക്ഷ വെച്ച് മറന്നില്ലേ? അയ്യോ സാറേ, ഞാൻ തിരിച്ചു കൊടുത്തു സാറേ. കൊടുത്തു. ഓക്കെ. ഇതുപോലെ സത്യസന്ധമായ പ്രവൃത്തി ചെയ്യുന്നവരെയും ട്രാഫിക്കിൻ്റെ നിയമം പാലിച്ച് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നവരെയും ഞങ്ങൾ വീടുകളിൽ ചെന്ന് ആദരിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ആദരിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അയ്യോ സാറേ, ഞാൻ പേടിച്ചു പോയി സാറേ. എന്തിനാ പേടിക്കുന്നത്? കേരള പോലീസ് നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയല്ലേ ഉള്ളത്. ഇത് ഞങ്ങളുടെ ഒരു ക്യാഷ് അവാർഡാണ്. സാർ ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം 5000 രൂപയുണ്ട്. അയ്യോ സന്തോഷമുണ്ട് സാറേ. ആയിക്കോട്ടെ. പിന്നെ ഞങ്ങളൊരു ട്രോഫി. ഈ ഇങ്ങനെയുള്ള സ്ത്രീരത്നങ്ങൾ കേരളത്തിലൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാറേ. താങ്ക് യു. വെൽക്കം. അപ്പൊ ശരി എന്നാ. ഭർത്താവ് ഇവിടെ? ഭർത്താവ് ഇവിടെ എവിടെയോ നിപ്പുണ്ടായിരുന്നല്ലോ. ബിന്ദു. ഇതെന്താ റിമോട്ട് അല്ല എവിടെ വെക്കണം? ഇവിടെ വെക്കട്ടെ. പൊട്ടല്ലേട്ടാ. പിടിച്ചോ. ഇതെന്താ പറ്റിയെന്ന് പറ. അതെ, ഇവനെ അന്വേഷിച്ച് പോലീസ് വന്ന്. ഞാനാ രക്ഷപ്പെടുത്തിയത്. ഇവനോട് പറഞ്ഞ് ഓടിക്കൊള്ളാൻ പറഞ്ഞ്. ഞാൻ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾ എന്തിനാ പോലീസിനെ കണ്ട പോടിയേ? പോലീസ് എന്നെ അന്വേഷിച്ചല്ലേ വന്നേ. ഞാനെന്തിനാ ഓടണേ? എന്റെ മനുഷ്യ, അവരെന്നെ സത്യസന്ധതക്ക് അവാർഡ് തരാൻ വന്നതാ. ഇത്ര ഉള്ളൊരു ട്രോഫിയും 5000 രൂപ ക്യാഷ് പ്രൈസ്. നിനക്ക് കിട്ടിയ ട്രോഫി നീ കൊണ്ട് മേശപ്പുറത്ത് പോയി. നിനക്ക് കിട്ടിയ അവാർഡ് കിട്ടിയ 5000 രൂപയില്ലേ, അതെന്റെ കയ്യിൽ താടി. അതെന്തിനാ? ഞാൻ വല്ല അവാർഡിനും പോയി കിടക്കട്ടടി. അയ്യോ. ഹലോ, ഇവിടെ ആരുമില്ലേ? അതെ വരുന്നേ. അയ്യോ നമസ്കാരം. ആരാണ്? എന്താണ്? ഞങ്ങൾ ഈ റോഡ് സേഫ്റ്റി ഫോഴ്സിൽ നിന്ന് വരുന്ന. അയ്യോ എന്റെ ചേട്ടന് ആക്സിഡന്റ് പറ്റിയാ സാറേ. ദൈവമേ, എനിക്ക് ആരാണുള്ളത്? എന്റെ ഭഗവാനെ, എന്നതാക്കണ പോലെ. അയ്യോ ഒന്ന് നിർത്താവോ? ഞങ്ങൾ ആ ചേട്ടനൊന്നും പറ്റിയിട്ട് വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. നമ്മൾ ഈ 2024 വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കുന്ന, ട്രാഫിക് നിയമം തെറ്റിക്കാത്ത, അതായത് റെഡ് സിഗ്നൽ, ഗ്രീൻ സിഗ്നൽ, സീബ്ര ഇതെല്ലാം നോക്കി കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഹസ്ബൻഡ്. 2024 AI ക്യാമറയിൽ അദ്ദേഹത്തിൻ്റെ രൂപം പതിഞ്ഞിട്ടേയില്ല. പതിഞ്ഞിട്ടുണ്ട്, ഒരു റെഡ് മാർക്കും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കാനും ഒരു ചെറിയ സമ്മാനം കൊടുക്കാനും വേണ്ടി വന്നു. അയ്യോ വളരെ സന്തോഷം. പുള്ളിക്ക് അല്ലെങ്കിൽ കിട്ടുള്ളൂ. പുള്ളി ഇതുവരെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. 20-30 അതിന്റെ അപ്പുറത്തേക്ക് സ്പീഡിൽ പുള്ളി. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാണുന്നില്ല സ്ഥിരമായിട്ട്. ആളുണ്ടോ ഇവിടെ? ആളില്ല. ആദ്യ പറഞ്ഞു തീരണു ആളെത്തി. സാറേ എന്താ സാറേ ഇത്? സാറേ ഞാൻ അവനിവിടെ രാവിലെ വന്നിരുന്നു ഒരുത്തൻ. അവൻ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടും വില്ലേജ് ഓഫീസറെ കൊണ്ട് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറഞ്ഞ് നടക്കില്ല. ആ പണിക്ക് ഞാൻ നിൽക്കാറില്ല. കറപിള്ളാത്ത കൈയാണ് സാറേ ഇന്ന് വരെ ജീവിതത്തിൽ. കഴിഞ്ഞ ഒരു വർഷമായി ക്യാമറ നിങ്ങളെ ചെക്ക് ചെയ്തോണ്ട്. സാറേ ഏത് ക്യാമറ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ സാറേ. ഞാൻ 5-ന്റെ പൈസ ആരോടും മേടിച്ചിട്ടില്ല. തന്നത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് ബാല്യകാലം കഷ്ടമാണല്ലോ ഈ ഭർത്താവ്.
എന്തോ പറയാ സാറേ ഞാൻ ഒന്നും സ്വീകരിക്കില്ല സാറേ. ഈ പൊന്നാട സ്വീകരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? പൊന്നാടേ ആ ചേട്ടാ, ഇവര് ചേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ വന്നതാ. അതെന്താ സാറേ? അതെ, ഞാൻ വിശദമായിട്ട് പറയാം. ഈ കഴിഞ്ഞ 2024 ഏറ്റവും റോഡ് എല്ലാം സേഫായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തപ്പം ഒരു റിമാർക്കും ഇല്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. അത് നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കാനും ഒരു ചെറിയ സമ്മാനം തരാനും ഞാനും വല്ല 20, 30, 40 മാക്സിമം പോയി അത്ര സ്പീഡിൽ പോകാറുള്ളൂ. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഹെൽമെറ്റ് ആണെങ്കിലും വെച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ. ഒരു സ്റ്റെപ്പിന് വേറൊരു ഹെൽമെറ്റും കൂടി വെക്കില്ല. അത് ഞങ്ങൾ പറയാറുണ്ട്, വഴിയിൽ ആരെങ്കിലും വന്ന് കൈ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ സമ്മാനം തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഈ റോഡ് നിയമങ്ങൾ പാലിച്ചു പോകുന്ന ഒരാളാണ്. സിഗ്നൽ കണ്ട അപ്പം നിർത്തും. പച്ച കണ്ടാലേ പോവുള്ളൂ. റെഡ് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിർക്കുകയും ചെയ്യും. സാർ ഒരു ക്യാമറ റെഡി അല്ലേ? ക്യാമറ റെഡി അല്ലേ? ഓക്കെ സാർ. ഓക്കെ സാറേ, അപ്പോൾ പറയാം, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അതെ. ഒരു സംസ്കാരമാണ്. അതെ. ഒരു മര്യാദയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുന്നതാണ് താങ്കൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും താങ്കളുടെ പ്രചോദനമാകും. താങ്കൾ അവർക്കൊരു മാതൃകയാവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ പൊന്നാട താങ്കളെ അനയിക്കുകയാണ്. ഞാൻ വണ്ടി എടുത്തപ്പോഴേ ഒരു അപകടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കണം. തീർച്ചയായിട്ടും, എന്റെ കൈ കൊണ്ടും എനിക്കും. ഒരു ഹെൽമെറ്റ് തലയിലും വെച്ച് മറ്റൊരു ഹെൽമെറ്റ് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് താങ്കൾ. അതെ. ഞാൻ ആരെങ്കിലും വഴിയിൽ വണ്ടി കൈ കാണിച്ച് നിർത്തിയാൽ അവർക്കൊരു ഹെൽമെറ്റ് വെച്ച് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സാർ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം, ഒരു ക്യാഷ് അവാർഡാണ്. എത്രയുണ്ട് സാറേ? 10,000 രൂപയുണ്ട്. ഉണ്ടായിരുന്നു സാറേ. ഇത് മേടിക്കണ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ പോലീസുകാർ ആരെങ്കിലും കൈക്കൂലി കൊടുത്താൻ കണ്ടിട്ടുണ്ടോ? അതില്ല, അതുകൊണ്ടാണ് ഒരു അതെ. ഇനി താങ്കൾക്ക് ഈ ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പൊതുജനത്തിനോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവാക്കളോട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ സ്ലോയിൽ പോയാൽ നമുക്ക് വഴിയോര കാഴ്ചകൾ കാണാം, വളരെ സ്പീഡിൽ പോയാൽ പരലോക കാഴ്ചകൾ കാണാം. അത് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ്. സാറേ ഞാൻ ഈ പൈസ സൂക്ഷിക്കും സാറേ. ഒരു കാര്യം ചെയ്യേ, ഇതുകൊണ്ട് രണ്ടാളും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കേ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. പൈസ കൊണ്ട് എന്ത് ചെയ്യാനടി? വേറെ ഒന്നും ചെയ്യണ്ട. ഈ കാശ് കൊണ്ട് നിങ്ങൾ ആദ്യം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും.